പപ്പ. പപ്പ എനിക്ക് സന്തോഷമായി പപ്പ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ പപ്പയുടെ ശബ്ദം കേട്ടത് 1 വർഷത്തോളം ആയിരിക്കുന്നു പപ്പ. ഞാൻ വിഷ്ണുവിനോടൊപ്പം ഇറങ്ങി വന്നതിന് ശേഷം പപ്പ എന്നെ വിളിച്ചിട്ട് പോലുമില്ല. പപ്പ മമ്മ സുഖമായിരിക്കുന്നു പപ്പ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? പറ പപ്പ പ്ലീസ്. ഇങ്ങോട്ട് വരുന്നോ? എന്താ പറഞ്ഞ ലൊക്കേഷൻ അയച്ചിരാം കേട്ടോ. ഞാനേ ഒരു കോടീശ്വരന്റെ പുത്രിയാ. 1 വർഷത്തോളമായി ഞാൻ വിഷ്ണുവേട്ടനെ കല്യാണം കഴിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടേ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച കാരണം എൻ്റെ പപ്പയും അമ്മയൊന്നും എന്നോട് മിണ്ടിയിട്ടില്ല. ഇപ്പൊ പപ്പ വിളിച്ചേക്കുക പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. സന്തോഷമായി. പപ്പ ഇങ്ങോട്ട് വരുക. എന്തേലും ഒരുക്കണം. എനിക്കൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. അല്ല ഇതെന്താ ദേഹത്തൊക്കെ ചെളി? ഇത് കാറിൽ വന്ന ഒരാൾ ചെള്ള തെറിപ്പിച്ചിട്ട് ഇതേ മുണ്ട ഭാഗ്യത്തിനായില്ല, ഷർട്ട് മുഴുവൻ കുളമായി. ഇതുണ്ടോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു? ഒന്നും പറഞ്ഞു തരുന്നത് ഞാനോ? അവന്റെ മൂക്കാമ്പാൻ നോക്കി ഇടി കൊടുത്തു. അയ്യോ കണ്ട മാന്യൻ, പക്ഷെ വായിന്ന് വരുന്ന മുഴുവൻ വിവരക്കേട്. നീ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോ വിഷ്ണുട്ടാ പപ്പ കപ്പ ഉണ്ട് ഇതിനകത്തുണ്ട്. കപ്പയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പപ്പ എന്റെ പപ്പ. പപ്പയ്ക്ക് എന്ത് പറ്റി? പപ്പ ഈസ് കമ്മിങ്. അയ്യോ സമാധാനിക്ക്. അങ്ങനെയാ നല്ലവരൊക്കെ നേരത്തെ വിളിക്കും ദൈവം. കഴിഞ്ഞ ആഴ്ച എന്റെ മാമൻ ഇറ്റ്സ് കമ്മിങ്. എന്താ എന്ന് വെച്ചാ എന്റെ പപ്പ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അതാണ് പറഞ്ഞേ. ഇറ്റ്സ് കമ്മിങ് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുഴപ്പേ ചിലതൊന്നും മനസ്സിലാകത്തില്ല. പപ്പ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തില ഞാൻ. എന്നോട് ദേഷ്യം അറിയോ? ഒന്നുമില്ല, എന്റെ പപ്പയ്ക്ക് ഒന്നുമില്ല. ഒരു തോർത്തും കൊണ്ടെടുത്തോ. ഞാൻ ആ ജംഗ്ഷൻ കൊണ്ട് പപ്പയ്ക്ക് കൊടുക്കാം. അല്ല അതിനിങ്ങോട്ട് വരുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്ത് പെമ്പിള്ളാരൊക്കെ ഇല്ലാവും. അതല്ല, നമ്മളോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. ഒരു ദേഷ്യവും ഇല്ല. പപ്പയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നിന്റെ പപ്പയെ. പപ്പായ പറിച്ചു വെച്ചിരിക്കുക ഞാന്. അതെന്നാ പരിപാടിയാ കാണിച്ചത്? ഇത്രയും പച്ചക്കറി ഞാൻ പപ്പായ പറിക്കുന്ന കാര്യമുണ്ടായിരുന്നു. മുഖത്ത് ഫേസിലാക്കിടാൻ വേണ്ടി. അതല്ല വിഷ്ണുവേട്ട പറഞ്ഞത്. പിന്നെ പപ്പായുടെ തനി പകർപ്പ ഞാനെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ശരിയാത്തില്ല. അത് ശരിയല്ല. പപ്പ ഇങ്ങോട്ട് വരുന്ന സന്തോഷത്തില ഞാനിവിടെ. അത് വേണ്ട, അത് ശരിയാത്തില്ല. നിന്നെ അടിച്ചോണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിച്ചിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ചോദിക്കാനോ പറയാനോ നമ്മുടെ വിശേഷം അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് നിന്റെ പപ്പ ഇങ്ങോട്ട് വരണ്ട. വിഷ്ണു വളർന്നൊരു സാഹചര്യമല്ല ഞാൻ വളർന്നു വന്ന സാഹചര്യം. എന്താണ്? വിഷ്ണുവിന്റെ അന്തരീക്ഷമല്ല ഞാൻ വളർന്നു വന്ന അന്തരീക്ഷം. നിന്റെ അന്തരീക്ഷം എന്താണ്? വിഷ്ണു വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചൊരു പെണ്ണ ഞാന്. ഇത്തിരി പണമുള്ളവരൊക്കെ പറഞ്ഞ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവനാ ഞാന്. അങ്ങനെ കളിയാക്കണ്ട. വായിൽ സ്വർണ്ണക്കരണ്ടിയോട് ജനിച്ച പെണ്ണ് തന്നെയാ ഞാന്. എന്റെ അച്ഛന് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അച്ഛൻ എന്നെ മടിയിൽ പിടിച്ചിരുത്തിട്ട് കുഞ്ഞിനാളെങ്കിൽ ഇങ്ങനെ ചോറ് വാരി തരുമായിരുന്നു. പക്ഷേ ഒരു ഉരുള പോലും ഞാൻ വാങ്ങില്ല. അതെങ്ങനെ നിനക്ക് കഴിക്കാൻ പറ്റുന്നത്? വായിൽ സ്വർണ്ണക്കരണ്ടി ഇരിക്കില്ലേ? വായിൽ സ്വർണ്ണക്കരണ്ടി. എന്ത് പറഞ്ഞാലും സ്വർണ്ണക്കരണ്ടി സ്വർണ്ണക്കരണ്ടി സ്വർണ്ണക്കരണ്ടി. ആ സ്വർണ്ണക്കരണ്ടി പിടിപിടി. പിന്നെ എന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി പഠിപ്പിച്ചു. ഞാൻ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് അച്ഛന്റെ ബിസിനസ്സിൽ ഇടിവ് വന്നു. അങ്ങനെ സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിനക്ക് അത് തന്നെ വേണം. അതെന്ത്? ഈ സ്വർണ്ണക്കരണ്ടി കളയാൻ പറഞ്ഞ അത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പണയം വെച്ചിട്ട് പൈസ മേടിച്ച് നിന്റെ ഈ അച്ഛന്റെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകാൻ മേലാഞ്ഞ. ഞാൻ പറഞ്ഞത് എന്റെ പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാവോ? എന്റെ കല്യാണം 10 പേര് അറിയുന്ന രീതിയിൽ നടത്താൻ. അതെന്താ? നമ്മൾ തമ്മിൽ ഇറങ്ങി പോന്നപ്പം 10 പേരാണോ അറിഞ്ഞത്? ആയിരക്കണക്കിന് ആൾക്കാർ അറിഞ്ഞില്ലേ? പറഞ്ഞിട്ട് നിന്റെ അപ്പ പത്രത്തിൽ വിട്ട് നിന്നെ കാണുന്നില്ല. അതിൽ കൂടുതൽ ആൾക്കാർ എന്താ അറിയാനോ? You are disappointing me. No. Vishnu. Don't repeat it. No. You should keep your response. No. Okay. Stop it. No. വരുന്നത് എന്റെ പപ്പയാ. വരുന്നത് എന്റെ പപ്പയാ. ഒരു നോവ ചിത്രകാലം മിണ്ടരുത്. എന്റെ പപ്പ വരരുതെന്നാ. എന്റെ പപ്പ വരരുതെന്ന്. ശരി, വരണ്ടെന്ന് വെക്കാം. അത് വരാൻ പാടില്ല. എനിക്ക് കാണണ്ട നിന്റെ പപ്പേനെ. കാണണ്ടല്ലോ? കാണണ്ട. ശരി, ഞാൻ പപ്പയോട് വരണ്ടെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം,
എന്റെ പേരിലുള്ള ഓഹരിയുടെ വിൽപത്രം വിഷ്ണുവിന്റെ കയ്യിൽ തരാനാ എന്റെ പപ്പ ഇങ്ങോട്ട് വരുന്ന അറിയാവോ? വിഷ്ണുവിനെ എനിക്ക് വേണ്ട. ഞാൻ എന്റെ പപ്പയെ വിളിച്ച് പറയാം. ഐ വിൽ കോൾ മൈ പപ്പ. ഓ മൈ പപ്പ, ഓ മൈ പപ്പ, ഓ മൈ ഗേൾ. ഓ യാ. ഇത് ഏത് ഇംഗ്ലീഷ്? ഇതൊന്നും നിനക്ക് കിട്ടത്തില്ല. എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അങ്ങനെ അങ്ങോട്ട് ചൂടാവുകയാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും അറിയാമെന്ന് നിനക്ക് അറിയാൻ മേലേ? അതറിയാം. ആകപ്പാട് പഠിച്ച 2 ഇംഗ്ലീഷാണ്. ഐ ലവ് യു, നോ. പിന്നെ പപ്പയെ വിളിച്ച് പറയണ്ട, പപ്പ വരട്ടെ. വരട്ടെ, പപ്പ വരട്ടെ. എനിക്ക് മനസ്സിലായി. ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചില്ലേ, അതുകൊണ്ട് പപ്പ വരട്ടെ. വിഷ്ണു, you are so cheaty. No, no. ഇപ്പൊ എല്ലാം ചീറ്റ് ചെയ്യാനാ. അല്ല, എന്റെ പപ്പ വരുമ്പോ ഈ കോടതിയാണോ ഇവിടെ നിൽക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു കാർ വന്ന് ചെള്ള തെറിപ്പിച്ചാടി. It's so dirty. Oh no. Yes. No. This is dirty. Remove it. Remove. അകത്ത് ചെല്ല്. അകത്ത് ചെല്ല്. ഷർട്ട് ഒന്ന് മാറ്റ്. മറ്റേ എന്റെ പപ്പ വരുമ്പോ ഇവിടെ ക്ലീൻ ആയിരിക്കണം. ഇന്നലെ വരെ ഉടുപ്പ് മാറ്റെന്ന് പറഞ്ഞാൽ ഷർട്ട് മാറ്റ്. എന്ത് ഷർട്ടാ? നോ. അതറിയാം ഇംഗ്ലീഷ്. ഒരു വർഷമായി. അതെ, പപ്പ എന്നോട് മിണ്ടിയിട്ട്. I miss you, പപ്പ. I don't miss you. എന്നെ പപ്പ എന്ന് വിളിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. Call me dad. Call me dad. ആ പപ്പ ഒരു മനുഷ്യൻ എന്നോട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാരും മിസ് ചെയ്യുന്നു പപ്പ. ഒന്നുമില്ലടാ, പപ്പ വന്നില്ലേ? പപ്പ എന്റെ പൊന്നത്തിരക്ക് വന്നില്ലടാ. പിന്നെന്താ കേട്ടോ? ഒന്നുമില്ല. ഓക്കെയാണോ പപ്പ? എനിക്ക് വേണ്ടി എന്റെ ഒരു ആഗ്രഹം. പപ്പ കുഞ്ഞുനാളിൽ ഞാൻ കിടന്ന് കരയുമ്പോ എന്നെ ഒരു താരാട്ട് പാട്ട് പാടി ഉറക്കുമായിരുന്നു. ആ പാട്ട് ഒന്നുകൂടി പാടിത്തരുമോ? നോട്ടിനാ പ്ലീസ്. എന്റെ ടീനയുടെ കണ്ണ് നിറയും. അത് കേട്ടാ ടീനെ കുട്ടിയുടെ കണ്ണ് നിറയും. ആ താരാട്ട് പാട്ട് കേട്ടാ പപ്പയുടെ കണ്ണ് നിറയും. ഇല്ല പപ്പ, പപ്പ ഒന്ന് പാടിത്താ പപ്പ. Okay, I will sing the song. Yeah, sure. 3, 4. തത്തേ മുങ്ങേ ചേട്ടത്തി പൂരം കാണാൻ പോയാലോ, ഇരുട്ടത്തങ്ങനെ പോകോടി, തപ്പി പോകാലോ. തപ്പേ മുങ്ങേ ചേട്ടത്തി പൂരം കാണാൻ പോകാലോ, ഇരുട്ടത്തങ്ങനെ പോകോടി, തപ്പി പോകോടി, തപ്പി പോകോടി. കണ്ടോ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്റെ പൊന്നെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പപ്പ, പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ ഡോഗ് ഇല്ലേ, ജിമ്മിക്ക് സുഖമാണ് പപ്പ? സുഖമായിട്ടിരിക്കുന്നു. ജിമ്മി ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഡോറിന്റെ അടുക്ക് അവിടെ പോയി പറഞ്ഞപ്പോ നിന്നെ തിരക്കാൻ പറഞ്ഞ ജിമ്മി മിസ് യു പപ്പ. പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ തത്തമ്മയിലെ സ്വീറ്റി ഉണ്ട്. സ്വീറ്റിക്ക് സുഖമാണോ പപ്പ? സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ലവ് ബേർഡ്സ് ചിങ്കി കിങ്കി പുങ്കി കിങ്കി അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു പപ്പ. പരസ്പരം ഓടി നടന്ന് ഫംഗസ് തലയിൽ കെട്ടിട്ട് കൊത്തി കളിക്കുന്നു. ഇതെന്താ പപ്പയുടെ മൂക്കില്? ഏതോ ഒരു കൾച്ചറൽ ഫെലോ, ഒരു ലോക്കൽ ഒരു പയ്യനെ ഞാൻ ജസ്റ്റ് കാർ ഇങ്ങനെ പാളിച്ച് നിർത്തിയപ്പോഴേ ചെളി ചേർത്തെന്ന് പറഞ്ഞു ഒറ്റ ഇടി. അത് കുഴപ്പമില്ല, ഞാൻ ലിവർ ജോണിയെ വിളിച്ച് പറഞ്ഞു നമ്മുടെ പയ്യന്മാരെ എടുത്തോളം ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ഫോട്ടോ. ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കും. ഒന്നും ചെയ്യണ്ട പപ്പ. അല്ലല്ല, ഞാൻ കൊടുക്കും. ഞാൻ നീ ഒരു കാര്യം ചെയ്യും, അത് വിട്ടര്, അത് ഡസന്റ് മാറ്റർ, വിട്ടര് മോനെ. ഒരു കാര്യം ചെയ്യേ, എന്താ പപ്പ, അവനെ വിളിക്കാം, നിന്റെ ഹസിനെ വിളിക്കാൻ, എനിക്ക് അവനെ കാണണം.
അല്ല, എനിക്ക് അവനെ കാണാൻ, അവനെ വിളിക്കൂ. ഇപ്പൊ കണ്ടാ ശരിയാവില്ല. അത് അവനെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നേ. വിളിക്കൂ. എന്താ അവന്റെ പേര്? വിഷ്ണു. വിഷ്ണുവിനെ വിളിക്കൂ. അല്ല, വിഷ്ണുവിനെ വിളിക്കൂ. അവനെ വിളിക്കൂ. വിഷ്ണുവിനെ ഭയങ്കര നാണമാ. എന്തിനാ നാണിക്കുന്നേ? അവന്റെ പപ്പയല്ലേ ഞാന്, അതിനെന്തിനാ നാണിക്കുന്നേ? അതല്ല, പപ്പ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിനെന്താ, ഞാനും അവനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നാണിക്കണ്ട. പപ്പ ഭയങ്കര മുൻഷുട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുന്നിൽ ഷുണ്ടിയില്ല. എനിക്ക് വിളിക്കൂ. ഒരു കാര്യം ചെയ്യാം. പപ്പ ഒരു കാര്യം ചെയ്യ്. പപ്പ ഒന്ന് ഇവിടേക്ക് നോക്കി നടക്കാം. ഞാൻ അപ്പം വന്നിട്ടുണ്ടോ നോക്കാം. വിളിക്കൂ. ഞാൻ നോക്കട്ടെ. വിളിക്കൂ. പപ്പ എന്റെ പപ്പ എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ഇപ്പൊ എന്ത് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒരു കാര്യം വിഷ്ണു എവിടെയെങ്കിലും പൊക്കോ. ഞാൻ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പപ്പ എങ്ങനെ അഡ്ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി നിർത്താം. വിഷ്ണു ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. ചെല്ല്. പപ്പ ഒന്നുമില്ല പപ്പ. വിഷ്ണുവിനെ ഒരു ഇതുപോലെ എന്തുപോലെ ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ. അങ്ങനെ എന്റെ ആടി അവന്റെ പപ്പയല്ലേ ഞാൻ. അല്ല ഒന്ന് കണ്ണടച്ച് പൊത്തി നിക്കാമോ? നിന്നാൽ വിഷ്ണുവിന് വരുമ്പോ പെട്ടെന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അങ്ങ് പോകാമല്ലോ. ഓരോരോ ഒന്ന് കണ്ണടച്ച് ചെവി പൊത്തി നിന്നാ മതി. വിഷ്ണു വന്ന അനുഗ്രഹം അങ്ങ് വന്നില്ല. എവിടെ ചെറുക്കനത് എന്തൊരു നാണം ഇത്? ബാബാ ഞാൻ കണ്ണു തുറക്കാറാകുമ്പോ പറയണം. ഞാൻ വന്നിട്ട് പോയി. അതെന്തോ പേര്, എനിക്കൊന്ന് കാണുമായിരുന്നല്ലോ അത്. അയ്യോ, ഒരു കാര്യം ചെയ്യൂ. പപ്പ റെസ്റ്റ് എടുക്കൂ. റൂമിലേക്ക് റെസ്റ്റ് എടുക്കൂ. അവൻ വരുമ്പോ ഞാൻ എന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ കാണിച്ചു എന്റെ ദൈവമേ, തന്തപ്പടിയുടെ മൂക്കിൽ തന്നെ ഇടിച്ച് കയറ്റി കൊടുത്തില്ല. ഉള്ളതെല്ലാം നഷ്ടപ്പെടുവോ പോവാന്? നോ പ്രോബ്ലം. AC ഇല്ലാത്തോണ്ടാ പപ്പായി. മരുമോനെ യവനാ എന്റെ മൂക്കിടി ചാലിക്കത്. യവനാക്കി എന്റെ മൂക്കിടി ചേർത്ത നിന്റെ ഭർത്താവാണ് അവൻ. ഭർത്താവിന്റെ കൂട്ടുകാരനാ. എന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാ ഫിലിപ്പ്. ഇപ്പൊ ഇവിടെ ഇറക്കി വിട്. അയ്യോ, എന്റെ മരുമോന്റെ വീട്ടിൽ നിൽക്കാൻ ഇവന് അർഹതയില്ല. ഇവനെ എന്റെ മൂക്കിടിച്ച് പരത്തി സോറി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫിലിപ്പ് എന്ന് പറയുന്നത് വിഷ്ണുവേട്ടന്റെ അടുത്ത സുഹൃത്താ. നമ്മൾ കല്യാണം കഴിഞ്ഞോട് വരുന്ന സമയത്ത് നമുക്ക് വീട് എടുക്കാനും മറ്റും സഹായമൊക്കെ ചെയ്ത ഈ ഫിലിപ്പാ. അതുകൊണ്ട് എനിക്ക് വേണ്ടി അതുകൊണ്ട് പപ്പ ക്ഷമിക്കണം. മോക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, ഒന്ന് കോംപ്രമൈസ്. അവനെ ഓർത്തിട്ടാ? അതെ. അല്ലെ കീച്ചാള പണിയല്ലേ ഉണ്ടായിരുന്നു ടോണി? അവനെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടല്ല. അല്ലല്ല കേട്ടോ? അതെ. ഓക്കെ, യു ക്യാരി ഓൺ. അരുമോനെ എന്നും പറഞ്ഞ അവനെ കിട്ടാനുള്ളത് കിട്ടി. പോകുന്നതിന് മുമ്പ് ഒരു പിതുക്ക് ഞാൻ പിതുക്കും അവനെ. പോകുന്നുണ്ട് ഇവിടെ കിടക്കും. എന്ത് ചെയ്യണോ? ഞാൻ അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. നല്ലതാണല്ലോ അത്. നല്ലതാ. ബിസിനസ് വേണം. ഞാനും ബിസിനസ്സാണ്. ഓക്കെ, എന്ത് ബിസിനസ്സാണ്? സ്വർണത്തിന്റെ. സ്വർണ്ണം എങ്ങനെ പോകുന്നത്? അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല. എന്നിട്ട് കരകയറാൻ എന്തെങ്കിലും? കരകയറാന് കുറെ നേരം വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ കരകയറാം. അതല്ല, ബിസിനസ് നഷ്ടമാണ്. അത് ഇന്ന് കരകയറാൻ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടല്ലേ? അയ്യോ, ഇന്ന് അടി ഉറപ്പാ കേട്ടോ. എന്താ? ഒറ്റമൈന. എവിടെ? എന്റെ ഫിലിപ്പേ, ഫിലിപ്പിനൊരു കാര്യം അറിയോ? ഫിലിപ്പിന്റെ കൂട്ടുകാരൻ എന്റെ മകളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലേ? അതിന്റെ പിറ്റേ ദിവസം മുതല് എന്റെ ഭാര്യ അമ്മണി ഒതുങ്ങി ഒരു റൂമിൽ ഒതുങ്ങി. അവള് ഒരു ഇരുട്ടുമുറിയിലേക്ക് മാറി, ആരോടും മിണ്ടുന്നില്ല. ആ ഇരുട്ടുമുറിയിൽ അവളെ വെളിച്ചത്തെ കൊണ്ടുവരാൻ ഞാൻ ഏത് പള്ളിയിലാണ് നേർച്ചയിട്ടത്? അത് പിശുക്കത്രയൊക്കെ മാറ്റിയിട്ട് കറണ്ട് ചാർജ് കറക്റ്റായിട്ട് അടച്ചാൽ മതി. അല്ല, അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ വരാം. അങ്ങനെ പൊന്നു ഫിലിപ്പ് അതുകൊണ്ടോ
എന്താ പിനിപ്പേ ഫിലിപ്പേ ഒരു പിതുക്ക് ഞാൻ പിതുക്കും ഞാൻ അയ്യോ ഇല്ല ഞാനിങ്ങനെ വന്ന് പോയിക്കണേ അറിയാതെ ഇങ്ങനെ വന്ന് ആ അതെ അതുകൊണ്ട് ഏതാ ചെമ്മീൻ തോന്നുന്നു പപ്പ ഒരു കാര്യം ചെയ്യാമോ? പപ്പ ഒന്ന് റെസ്റ്റ് എടുക്കൂ, അതെ അതെ ഫ്രഷ് ആവൂ. ഒന്ന് ഫ്രഷ് ആവും. അതെ അതെ, അപ്പോഴേക്കും ഞാൻ പപ്പയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ പപ്പ. ഓക്കെ നടക്കട്ടെ. വിഷ്ണു വിഷ്ണു വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. വിഷ്ണു വന്നാൽ പപ്പയെ കാണാലോ. അതാണ് ഓക്കെ അപ്പൊ എന്നാ ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഫ്രഷ് ആവാം. നിന്റെ കൂട്ടുകാരന്റെ പെണ്ണുമുളയല്ല അത്. മൂക്കിന് പിടിച്ചിട്ട് എന്റെ കൊച്ചിനെ കൊല്ലണ്ടേ? വേണ്ട, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഫിലിപ്പല്ല, ഇത് വിഷ്ണുവാ. ശിവനാ? അപ്പൊ ഇവനാണ് എന്നെ അവിടെ വെച്ചിടിച്ച. ഒരു കാര്യം ചെയ്, നീ ആയോണ്ട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ നിന്റെ നേരത്തെ മറ്റേ ക്യാരക്ടർ ഉണ്ടാ നേരത്തെ വന്ന മറ്റേ ആ തരിപ്പ് കലിപ്പല്ല മറ്റേ ഇത് കലിപ്പല്ല ഫിലിപ്പ് അവനാണെങ്കിൽ ഞാൻ കീറിയാണ് ഞാൻ കേട്ടോ. നീ ആയോണ്ട് ഞാൻ വെറുതെ വിടുവാ ഞാൻ. ഓക്കെ അപ്പൊ എന്തായാലും പപ്പാക്ക് സന്തോഷമായി. മോനെ നീ ആയോണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായി. ഇനിയിപ്പോ ശിഷ്ടകാലം ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടാ ഒന്ന് നിങ്ങളുടെ കൂടെ കൂടാം. ഒന്ന് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക്. ഓക്കെ സന്തോഷമായി. പിന്നെ ഞാനേ ഇവക്ക് എന്റെ സ്വത്തിന്റെ ഒരു ഭാഗം എഴുതി വെക്കുന്നു. അതോടൊപ്പം തന്നെ നിനക്ക് മൂന്നാർ കിടക്കുന്ന ഒരു 40 ഏക്കർ തേയിലത്തോട്ടം നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. സന്തോഷം വന്നു കഴിഞ്ഞാൽ എന്റെ പപ്പ അങ്ങനെ എന്ത് മാരിക്കോരി കൊടുക്കും. അല്ലല്ല അതുകൊണ്ടല്ല, എന്റെ ഭാര്യ അമ്മണി, അതായത് ഇവിടെ അമ്മേ, അവൾ എപ്പോഴും പറയും എനിക്കൊരു അടിയുടെ കുറവുണ്ട്. അതെന്റെ മരുമോന്റെ തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതിന്റെ പേരിലാണിത്. ഓക്കെ ഞാൻ ചോദിച്ചില്ല ഒരു കാര്യം പറട്ടെ. എന്താ പപ്പ? ഒന്നേതേ എന്തായാലും ആള് മാറിയാണേലും അല്ലേലും നീ തരാനുള്ള എനിക്ക് തന്നു. സോറി പപ്പ. കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ സംഭവിച്ചു. കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഞാനിവിടെ ഉണ്ടാകും. അപ്പൊ എന്നെ ഒരു പഞ്ചായത്ത് ചെണ്ടയായിട്ട് ഇനി കാണാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ കൈ കിട്ടുമ്പോഴൊക്കെ എടുത്തിട്ട് അടിക്കാൻ നിൽക്കണ്ടെന്ന്.